എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതൊരു വെറൈറ്റി സ്നാക്സ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ അവിടെ ഒരു പാത്രം എടുത്തുക്കണേ. ഇനി അതിലേക്ക് ഒരു 3 കയ്യിൽ ആട്ടപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ആട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഒന്നും കൂടി നല്ലത് ആട്ടപ്പൊടി, അതുകൊണ്ട് ഞാൻ ഇവിടെ ആട്ടപ്പൊടിയാണ് എടുത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 3 സ്പൂൺ ചെറിയ തേങ്ങയാണ് എടുത്തുക്കുന്നത്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ചെറിയ ജീരകം ഇല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കുറച്ച് പൊടി വർഗ്ഗങ്ങൾ വേണം. മെയിനായിട്ട് വേണ്ടത് ഉപ്പ് തന്നെയാണ്. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നുന്നു, ഒന്നുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തേ. ഇനി അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അപ്പക്കാരാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂണ് പുളിയില്ലാത്ത തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ 2 സ്പൂൺ തൈര് ഒഴിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു നുള്ളു തൈര് മാറ്റി വെച്ചിക്കണേ. ഇനി അതെന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തൈര് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഒരു നുള്ളു തൈര് എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിക്കണേ. അപ്പോൾ ഇനി 3 കയ്യിൽ തൈരാണ്, 3 സ്പൂൺ തൈരാണ് നിങ്ങളോട് പൊടിയൊക്കെ ഒഴിച്ചാൽ പറഞ്ഞത്. അപ്പോൾ 2 സ്പൂൺ ആയിട്ടുള്ളൂ. അപ്പോൾ 1 സ്പൂൺ കൂടി തൈര് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് കൈ വെച്ച് നല്ലോണം ഞെരടി ആ മസാലകളും അതുപോലെ തൈരൊക്കെ എല്ലായിടത്തും ആ പൊടിയൊക്കെ കാണുന്ന രീതിയിൽ കൈ വെച്ച് നല്ലോണം ഞെരടി കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തന്നെ വെള്ളം ഒഴിച്ചാൽ, ഒന്നായിട്ട് വെള്ളം ഏറിപ്പോകുമ്പോൾ ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അത് പാകത്തിന് രൂപത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ടൈറ്റല്ല, നല്ലോണം അയവിലില്ലാത്ത രൂപത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മളെ മാവ് കിട്ടേണ്ടത് കേട്ടോ. ഇതുപോലെ ഒന്ന് അയഞ്ഞ രൂപത്തിലാണ് നമുക്ക് നമ്മളെ മാവ് കിട്ടേണ്ടത്. അപ്പോഴേ നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളിടാനും നമ്മൾ ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിങ്ങനെ നുള്ളിടണം. അതിന് വേണ്ട രൂപത്തിലാണ് നമുക്ക് ഇത്ര അയവിൽ നമുക്ക് വേണം കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മൾ എന്തിനാണ് തൈര് എടുത്ത് പറഞ്ഞുതരാം. ആ തൈരിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു സ്ക്രബ് രൂപത്തിൽ നമ്മളെ മുഖത്തും കൈകളിലൊക്കെ നല്ലോണം ഇതിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൈയും അതുപോലെ മുഖമൊക്കെ നല്ലൊരു മിൻസായി കിട്ടും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നമ്മളെ വീട്ടമ്മമാർക്ക് ഇതൊന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പലഹാരത്തിനൊക്കെ ആക്കി വെച്ചത് 2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്ന സമയം മതി. നമുക്കിതുപോലെ തന്നെ നമ്മളെ കയ്യിലും മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ട് ഒന്ന് വൃത്തിയാക്കാൻ. ഇതുപോലെ തന്നെ എല്ലായിടത്തൊക്കെ ഒന്ന് അയക്കാണ്ട് നമുക്കൊന്ന് കഴുകി നോക്കാം നമ്മളെ കൈ വൃത്തിയായിക്കണോ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ കൈ ഒന്ന് കഴുകി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കൈയൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കണം. ആ മടക്കിലൊക്കെ അഴുക്കൊക്കെ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കണേ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കൈകളൊക്കെ അതേപോലെ മുഖത്തിനൊക്കെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിക്കണേ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളിട്ട് നമ്മൾ പലഹാരം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് മാവാണ്, ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോകുന്നില്ല പേടിയുണ്ടെങ്കിൽ കുറച്ച് വിട്ടിട്ടിട്ട് ആദ്യം കുറച്ച് നമുക്ക് കോരിട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഒട്ടണില്ല എന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ ആ കൂട്ടൊക്കെ നമുക്ക് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാകും. ഒട്ടാണെങ്കിൽ നമ്മൾ കൂട്ടിന് കുറച്ച് അയവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലത് വിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ലോണം വൃത്തിയിൽ കൂട്ടിൽ നമുക്ക് കിട്ടിയിരിക്കണം അതിൻ്റെ അർത്ഥം. ഇനി അത് നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാണ് നല്ലോണം ഒരു ഗോൾഡൻ നിറാണ് സമയത്ത് നമുക്കിതൊന്ന് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ. പൈക്കണേ നമുക്ക് പൊരിച്ച് കോരിട്ടെടുക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇനി അയവ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്ത് വേണം ഒന്നുകൂടി ടൈറ്റ് ആക്കിയാൽ മതി. അപ്പം ഇനി ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായാലും നമ്മളെ കൂട്ട് റെഡിയാണെന്ന്. അതുകൊണ്ട് നമുക്ക് കുറച്ച് തോനിട്ട് കാണണം, അതൊന്ന് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒക്കെ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഇട്ടുകയാണ്. നമുക്ക് 3-4 പ്രാവശ്യം ചെയ്തെടുക്കാതെ മാവ് ഉണ്ടായിന്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് അതിൽ നിന്ന് തോനെ നമുക്ക് പലഹാരം ഉണ്ടാവും ചെയ്യും. ഭയങ്കര ടേസ്റ്റും അത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം ശരിയാക്കി എടുത്ത് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയോ അല്ലെങ്കിൽ നമുക്ക് സാമ്പാറോ എന്താണെങ്കിലും ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ സോസില്ല, തക്കാളി സോസ്, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയാണിത് കഴിക്കാൻ. അപ്പോൾ ഒരു വടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നല്ലൊരു ഉഴുന്ന് വട അതേപോലത്തെ വട കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ എന്ന് പറയുന്ന മാതിരി തന്നെ നിങ്ങൾ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാനും അതേപോലെ എളുപ്പം ടേസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ ഇക്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കില്ലേ.